ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിലാണ്. മലയാളത്തിലെ ഒട്ടനവധി സിനിമകളുടെ ലൊക്കേഷനാണ് ഹിൽ പാലസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയാണ്. മണിച്ചിത്രത്താഴ് മാത്രമല്ല, ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ചോട്ടാ മുംബൈ, മൂന്നാം മുറ, പിൻഗാമി എന്നിങ്ങനെ പോകുന്നു സിനിമകളുടെ എണ്ണം. ശാന്തമായ പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഇതിൻ്റെ മുന്നിൽ കണ്ട നടവഴി കയറി ഇത് ഹിൽ പാലസിന് മുറ്റത്ത് നമുക്ക് എത്താൻ പറ്റും. അതുകൂടാതെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് റോഡ് മുഖേന വണ്ടിയിൽ അങ്ങ് മുകളിലെത്താൻ പറ്റും. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ അവിടെ നമുക്ക് ഇടയ്ക്ക് വിശ്രമിച്ചിട്ടൊക്കെ പോകാം. അതിനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളവും സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമുക്കൊരു വലിയ ദിനോസറിൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റി. അതുപോലെ തന്നെ ഈ മരങ്ങളിലെല്ലാം തന്നെ ഊഞ്ഞാലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് രാമവർമ്മ തമ്പുരാൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറി പോവുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പൂന്തോട്ടം താഴെ നട മുതൽ ഇങ്ങ് മുകളിൽ വരെയും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇത്രയും വെയിലത്തും ഇത്ര നന്നായിട്ട് നിൽക്കുന്ന, അപ്പോൾ എത്രത്തോളം അത് കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും. ഹിൽ പാലസിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മണിച്ചിത്രത്താഴിൻ്റെ പല രംഗങ്ങളും ഓർമ്മ വരും. കാരണം സിനിമയിൽ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. 1865 നിർമ്മിച്ച ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചിയുടെ ഭരണകേന്ദ്രവുമാണ്. ഹിൽ പാലസ് ആർക്കിയോളജിക്കൽ മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, മാൻ പാർക്ക് എന്നിവ ഉൾപ്പെടുന്നു. ഈ കൊട്ടാരത്തിൽ 54 ഏക്കറിൽ പ്രാദേശിക ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളുണ്ട്. കൊച്ചി രാജാവ് തൻ്റെ സ്വകാര്യ സമ്പത്ത് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഹിൽ പാലസ്. കൊച്ചി മഹാരാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും പുരാതന പുരാവസ്തുക്കൾ, ശില്പങ്ങൾ, നാണയങ്ങൾ എന്നിവയുടെ ശേഖരം മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് സിനിമയിലെ ഇന്നസെൻ്റ് രാഘവോ എന്ന് വിളിച്ചിട്ട് കുടയുമായിട്ട് എന്നിട്ട് കുട തൂക്കിയിടുന്നത് ആ ശില്പത്തിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേക റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാൻ. അപ്പോൾ അതുപോലെ നമുക്ക് മൊബൈൽ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, വീഡിയോ പറ്റത്തില്ല. അതുപോലെ രാജാവിൻ്റെ കിരീടവും മറ്റും ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്ന മുറിയിൽ നമുക്ക് ക്യാമറയും അനുവദനീയമല്ല. പിന്നെ നമ്മൾ പോയത് കുളത്തിലേക്കാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കിണ്ടിക്കുളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കുളത്തിൽ വെച്ചായിരുന്നു മോഹൻലാലും സുധീഷും തമ്മിലുള്ള ആ ഒരു സംഭാഷണമൊക്കെ നടക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ അവിടെയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, നാലുകെട്ടും കാര്യങ്ങളും. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചക്രത്തോണിയും പിന്നെ പഴയ കുറേ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ കസേര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല. കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോകും. അതുകൊണ്ട് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അപ്പോൾ വീണ്ടും കുറേ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം.